ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയും അടീനിയത്തെ പറ്റിയാണ്. അടീനിയം എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. പല മെത്തേഡുകളുണ്ട്. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് നീളമുള്ള സയോൺ ഉപയോഗിച്ചുള്ള ഗ്രാഫ്റ്റിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോ കൂടി നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 10 ദിവസം മുന്നേ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച ഒരു അടീനിയത്തിൻ്റെ ചെടിയാണ്. അത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് വിജയിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ കമ്പും ഒരു വലിയ കമ്പും ആണ് ഞാനിവിടെ ഈ ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരുന്നതാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലതുപോലെ അത് ഗ്രാഫ്റ്റിംഗ് വിജയിച്ചിട്ടുണ്ട്. ഞാനിത് ഗ്രാഫ്റ്റിംഗ് സൂപ്പർ ഗ്ലൂ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. സൂപ്പർ ഗ്ലൂ കൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബലമായിട്ട് അവിടെ ഇരിക്കും. ഏകദേശം 100% വിജയസാധ്യത ഉള്ള ഒരു ഗ്രാഫ്റ്റിംഗ് ആണ് സൂപ്പർ ഗ്ലൂ കൊണ്ടുള്ള ഗ്രാഫ്റ്റിംഗ്. വലിയ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ സൂപ്പർ ഗ്ലൂ നിർബന്ധമാണ്. അല്ലാതെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചെറിയ പീസുകളാണെങ്കിൽ ആ സൂപ്പർ ഗ്ലൂവിൻ്റെ ആവശ്യമില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് രണ്ടിലും ഈ പുതിയ മുകുളങ്ങൾ ഇലകൾ ഇങ്ങനെ വളർന്ന് വന്നിട്ടുണ്ട്. ഏതോ കുറച്ച് വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള അപ്ഡേറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ചെറിയ കമ്പിലും പുതിയ ഇലകൾ വന്നിട്ടുണ്ട്, വലിയ കമ്പിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമാണ് ഞാനവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കണ്ടോ, ഇതിൽ 2 ഇലകൾ വന്നിട്ടുണ്ട്. ഈ ചെടിയുടെ അവസാനം വരെയുള്ള അപ്ഡേറ്റ് ഞാൻ ഈ വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. ഇത് ആ ചെടിയുടെ കാഡക്സ് ആണ്. കാഡക്സ് ഉള്ള ചെടിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പം. അപ്പോൾ ആ ചെടി തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അതിൽ പൂവ് വരെ പിടിച്ചു. ഉണ്ടോ, ചെറിയ കമ്പിൽ ആണ് ആദ്യം പൂവ് വിടർന്നത്. ഇത് വീണ്ടും അതിനുശേഷം ഒരു 10-15 ദിവസം കഴിഞ്ഞുള്ള അപ്ഡേറ്റാണ്. ചെറിയ കമ്പിൽ, അതായത് ഗ്രാഫ്റ്റ് ചെയ്ത ചെറിയ കമ്പിൽ പൂവ് പിടിച്ചു. വലിയ കമ്പിൽ മൊട്ടുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. മൊട്ടുകൾ വന്നിട്ടുണ്ട്. ഈ സൂപ്പർ ഗ്ലൂ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാവരും ആ വീഡിയോ പോയി കാണണം. ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ നാടൻ അടീനിയത്തിലാണ് സാധാരണയായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. നല്ല നിറമുള്ള നല്ല മൾട്ടി പെറ്റലായിട്ടുള്ള അടീനിയത്തിൻ്റെ കമ്പാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇതാ കണ്ടല്ലോ, മറ്റൊരു ചെടിയിൽ എല്ലാ കമ്പിലും ഒരു 3 കമ്പുകൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 അല്ല 4 കമ്പോളം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5 ദിവസം ആകുന്നതേ ഉള്ളൂ. ഒരു 5 ദിവസം കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയാം. ഇതെല്ലാം വിജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. സാധ്യതയുണ്ട് എല്ലാം വിജയിക്കാൻ.
അപ്പോൾ ഞാൻ ഇതേമാതിരി വലിയ സയോൺ എടുത്ത് കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അവിടെ പ്ലാസ്റ്റിക് നാട കൊണ്ട് മുറുക്കി കെട്ടിയിട്ടുണ്ട്. ഒരാഴ്ചയോളം അങ്ങനെ കെട്ടുന്നത് നല്ലതാണ്. അതിനുശേഷം ആ പ്ലാസ്റ്റിക് നാട അഴിച്ച് കളയണം. ഞാൻ ഇതിൽ ഈ ഒരു ചെടിയിൽ 3-4 കളറ് അടീനിയത്തിൻ്റെ കമ്പ് കൊണ്ടാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു നാടൻ അടീനിയമാണ്. അതിലാണ് 3-4 കളർ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. 2 നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അതിൽ ഒന്ന് മൊട്ട് വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു കമ്പിൽ മൊട്ട് വന്നിട്ടുണ്ട്. ഇത് പുതുതായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത കമ്പാണ്. അതിൽ ഇലകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. മറ്റതിൽ നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അതിൽ പൂ വന്നിട്ടുണ്ട്. ഇത് മറ്റൊരു അടീനിയത്തിൻ്റെ ചെടിയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ബ്രാഞ്ച് തന്നെ എടുത്താണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ, അതിലും പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. വലിയൊരു കമ്പാണ് ഞാനെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതായത് ഇങ്ങനെ നമുക്ക് നല്ല ചെടികളുടെ അടീനിയത്തിൻ്റെ കമ്പുകളാണ് സയോണായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറിയ കമ്പുകൾ ആദ്യമായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചതിന് ശേഷം ബാലൻസ് വരുന്ന കമ്പ് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം. അപ്പം ആ അടീനിയത്തിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പീസ് പോലും നമുക്ക് നഷ്ടമാവാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വിജയിച്ചതിന് ശേഷം, പുതിയ ഇലകൾ വന്നതിന് ശേഷം കുറച്ച് താഴെ വെച്ച് മുറിച്ച് കളഞ്ഞാൽ ആ തലപ്പെടുത്ത് വേറെ ഒന്നിലും ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം മറ്റത് മുളച്ച് വരും. ഇത് കണ്ടോ, ഇത് മറ്റൊരു ചെറിയ ഒരു കമ്പ് കൊണ്ടാണ് ഞാൻ ഈ അടീനിയം ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു കമ്പാണ്. അത് വളരെ ചെറിയൊരു ചെടിയിലാണ്. പക്ഷേ 6 മാസമെങ്കിലും പ്രായം ഉണ്ടായിരിക്കണം നമ്മുടെ റൂട്ട് സ്റ്റോക്ക് ഉണ്ട്. വളരെ ചെറിയ ഒരു ചെടിയിലാണ് ഞാനത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് വിജയിച്ചു. 5-6 ഇലകൾ വന്നിട്ടുണ്ട്. അത് മിക്കവാറും ഉടനെ തന്നെ പുതിയ മുട്ടുകൾ വന്ന് പൂവുകൾ ഉണ്ടാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം 2 സെൻറ്റിമീറ്റർ മാത്രം നിർത്തിയതിന് ശേഷം ബാക്കി ഭാഗം എടുത്ത് മറ്റേതെങ്കിലും ചെടിയിൽ നമുക്ക് ഇതേമാതിരി ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് കനം കുറഞ്ഞ കമ്പ് പ്രശ്നമല്ല. പക്ഷേ നമുക്ക് കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള കമ്പാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേമാതിരി ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണ് ഈ കാണുന്നത്. ഇത് നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഒരു 3-4 ശാഖകളുള്ള ഒരു പാർട്ടാണ് എടുത്ത് ഇതാണ്ട് ഈ ചെടിയിൽ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലം അവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതിന് വേണ്ടുന്ന നിർബന്ധമായിട്ടും സൂപ്പർ ഗ്ലൂ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. സൂപ്പർ ഗ്ലൂ ഇല്ലാതെയും തന്നെ ചെയ്യാം, പക്ഷേ വിജയ ശതമാനം കുറയും എന്ന് മാത്രം. അതിൽ മുട്ടുകൾ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ് ഈ സൈസിലുള്ള, അതായത് നല്ല മുറ്റുള്ള കമ്പായിരിക്കണം, അല്ലെങ്കിൽ മെച്ചൂർഡ് ആയിട്ടുള്ള കമ്പായിരിക്കണം. ഈ നിറത്തിലുള്ള കമ്പ് നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന കമ്പാണ് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിനായി ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കമ്പിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ, ഈ കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വിജയിക്കത്തില്ല. അത് പച്ച കളറാണ്. അതിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് താഴ്ന്നു പോകുന്നതായിട്ട് കാണാം. ഇത് വിജയിക്കത്തില്ല. അപ്പോൾ ആദ്യം കാണിച്ച കമ്പാണ്, ആ ടൈപ്പിലുള്ള കമ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കണ്ടോ, ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ആ ഭാഗം മുറിച്ച് കളഞ്ഞു. അതിനുശേഷം സയോൺ എടുത്തിട്ട് അതിൽ വെച്ച് നോക്കുകയാണ്. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് കത്തിയേക്കാളും പുതിയ ബ്ലേഡാണ് നല്ലത്. അതാകുമ്പോൾ നല്ല ഷാർപ്പായിട്ട് നല്ല രീതിയിൽ കട്ടായിട്ട് വരും. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇതേമാതിരി രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് നല്ലപോലെ അമർത്തി പിടിക്കണം. ഈ ഗ്യാപ്പിൽ കൂടെ സൂപ്പർ ഗ്ലൂ ഉള്ളിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വിജയിക്കത്തില്ല. അപ്പോൾ ഇതേമാതിരി ചേർത്ത് പിടിച്ചു വെച്ചിട്ട് സൂപ്പർ ഗ്ലൂ കൊണ്ട് ചുറ്റാകെ തേച്ച് കൊടുക്കണം. യാതൊരു കാരണവശാലും സൂപ്പർ ഗ്ലൂ ഉള്ളിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിരുന്നാലും കൈതട്ടി അത് ഇളകിപ്പോകും. കണ്ടോ, അത് ഉറച്ചില്ല. വീണ്ടും നല്ലതുപോലെ ആ സൂപ്പർ ഗ്ലൂ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടാണ് വീണ്ടും വെച്ച് സൂപ്പർ ഗ്ലൂ തേക്കേണ്ടത്. അപ്പോൾ സൂപ്പർ ഗ്ലൂ ഇറങ്ങാത്തത് കൊണ്ട് വീണ്ടും അത് നല്ലപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് സൂപ്പർ ഗ്ലൂ തേച്ച് ഒരല്പം നേരം അങ്ങനെ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചോളും. ഈ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇതേമാതിരി വളരെ നൈസായിട്ടുള്ള പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കൊണ്ട് ഇതേമാതിരി ചെറുതായി കവർ ചെയ്ത് കെട്ടി വെക്കുക. ഒരാഴ്ച മാത്രം, അല്ലെങ്കിൽ ഒരു 5 ദിവസം ഇങ്ങനെ വെച്ചാൽ മതി. അതിനുശേഷം അഴിച്ച് കളയുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുക.